ഹായ് ഓൾ, BBRൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 മുതൽ 24 വരെ PSC ചോദിച്ച 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 3000-ൽ പുറത്ത് ക്വസ്റ്റ്യൻസ് 3 പാർട്ടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏത്? 1859. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഇത്? ശ്രീനാരായണ ഗുരുവിൻ്റെ. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമേത്? ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ലളിതകലാ അക്കാദമി. 1954 മുതൽ 64 വരെ കാലഘട്ടത്തിനിടയ്ക്ക് ഇന്ത്യയിൽ എത്ര IITകൾ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകൾ. എത്ര IITകളാണ് സ്ഥാപിതമായിട്ടുള്ളത്? 5 IITകളാണ് സ്ഥാപിതമായിട്ടുള്ളത്. എന്ന് മുതൽ എന്ന് വരെ? 1954 മുതൽ 64 വരെ കാലഘട്ടത്തിനിടയിൽ എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5. ഇത് ട്രാൻസ്ഫർ ഓഫ് ദ പവർ ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP മേനോൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്ന്? കോത്താരി കമ്മീഷനാണ്. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. അതായത് SSLC +2 ഡിഗ്രി മാതൃകയിൽ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്ന്? ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ചിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്ക. അപ്പം ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ലാലാ ഹർദയാൽ ആണ്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഈ സംഘടന എവിടെ വെച്ചാണ് രൂപം നൽകിയത്? അമേരിക്കയിൽ വെച്ചാണ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര് എന്ന്? അബനീന്ദ്രനാഥ ടാഗോറാണ്. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താനായിട്ട് ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? അബനീന്ദ്രനാഥ ടാഗോർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളല്ലാത്തത് ആര്? VP മേനോൻ. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം അല്ലാത്തത് ആരാണ്? VP മേനോൻ ആണ്. ദേശീയ പതാകയിൽ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24 ആരക്കാലുകളാണ്. നേവി ബ്ലൂ കളറാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന ആലപിക്കാനെടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി
പുറപ്പെടുവിച്ച ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണെന്ന്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതെന്ന്? മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോൾഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതെന്ന്? കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാറക്കോറമാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ലാവ തണുത്തുറങ്ങ ഉണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറങ്ങ ഉണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത്? കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കൈഗ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആര്? ബാലഗംഗാധര തിലകനെ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന്? മീസോഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംവാദ കൗമുദി. അപ്പോൾ സംവാദ കൗമുദി ആരംഭിച്ച പത്രമാണ്? രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ്. ഏത് ഭാഷയിൽ? ബംഗാളി ഭാഷയിൽ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് രൂപീകൃതമായത്? 1950 ജനുവരി 25-നാണ്. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 2019 ജൂലൈ 22-ന്. പ്രഗ്യാൻ റോവർ വിശേഷിപ്പിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-നാണ്. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏതെന്ന്? 21. പറക്കും സിൽക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? മിൽഖ സിംഗിനെയാണ്. അദ്ദേഹം അന്തരിച്ചതെന്നാണ്? 2021-ലാണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? വേഗം സമം ദൂരം ഇൻറ്റു സമയം എന്ന സമവാക്യമാണ് ശരിയല്ലാത്തത്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന്? സൾഫ്യൂരിക് ആസിഡ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. നോക്കിക്കേ, ഇതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ എന്താണ്? T = D/S. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണെന്ന്? ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ് സിങ്കിന്റെ അയിര്.
ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ലോക വനിതാ ദിനമായി ആചരിക്കുന്നതെന്ന്? മാർച്ച് 21. ലോക വനിതാ ദിനം മാർച്ച് 21. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കര ഇനം വർഗമാണ്? തെങ്ങ്. ചന്ദ്രശങ്കര തെങ്ങിന്റെ സങ്കര ഇനമാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? 78%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78%. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് അറ്റ് കോഴിക്കോട്. താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതിൽ കൊതുകുകൾ മുഖേന അല്ലാതെ ഏതൊക്കെയാണ്? കുഷ്ഠം ഒരു കൊതുകുജന്യ രോഗമല്ല. അതേപോലെ തന്നെ കോളറയും ഒരു കൊതുകുജന്യ രോഗമല്ല. മലമ്പനിയും മന്തും പരത്തുന്നത് കൊതുകാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? വൈറ്റമിൻ സി. ഏത് വൈറ്റമിൻ്റെയാണ്? വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് മനുഷ്യനിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഇനാമലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഇനാമിൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയെന്ന്? 8. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉളിപ്പല്ലുകൾ എത്ര എണ്ണമാണ്? 8 എണ്ണമാണ് ഉളിപ്പല്ലുകൾ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. പട്ടേലിനെയാണ് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. സതീ സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. അധിവസിച്ചിരുന്ന ഭൂമി ഏതെന്ന്? ദാമിനി കോഹ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സ്വാതന്ത്ര്യം ലഭ്യമായ സമയത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാരെന്ന്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണെന്ന്? ബെൽഗാം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ബെൽഗാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ഡൽഹൌസി പ്രഭു. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉമ്മണർ. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉമ്മണർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്? കടൽ തീരത്തെ. 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണെന്ന്? പെരിയാർ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാര്? ധ്യാൻ ചന്ദ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാരാണ്? ധ്യാൻ ചന്ദാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏത്? സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ്. കേരളത്തിലെ നാടുകളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്ന്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതെന്ന്? ടേബിൾ ടെന്നീസ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏതെന്ന്? ഓസ്ട്രേലിയ. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏതാണ്? ഓസ്ട്രേലിയയാണ്.
മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. മലയാളി മെമ്മോറിയൽ എന്നാണ് തയ്യാറാക്കിയത്? 1891 ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതെന്ന്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന എന്തിനെയാണെന്ന്? പുന്നപ്ര വയലാർ സമരത്തെയാണ് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പുന്നപ്ര വയലാർ സമരത്തെയാണ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതെന്ന്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആര്? അയ്യനടി തിരുവടികളാണ്. ആരാണ്? തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരെന്ന്? പഴശ്ശിരാജയാണ്. പൈച്ചിരാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജയെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണെന്ന്? 22 ജൂലൈ 1947. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താൻ. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഇത് തെറ്റായ വാചകമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. അപ്പം നോക്കിക്കേ, മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരം ഇല്ല. അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അധികാരമില്ല എന്നുള്ളതാണ് ശരി. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? അധികാരം ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റുകയും ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. ഭരണഘടനയെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയത് ഏതാണ്? സ്വത്തവകാശമാണ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പിനെയാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. 32-ാം വകുപ്പിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21(4)6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അപ്പം 86-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പം 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 21(4)6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണെന്ന്? തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ ഭാഗം 3-ലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42-ാം ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ ഇന്ത്യൻ 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1976-ലാണ്. ഈ 76-ൽ 10 ചുമതലകളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ദേശീയ ഗാനം പാടി തീർക്കാനെടുക്കുന്ന സമയപരിധി ഇന്ത്യൻ ഗവൺമെൻറ് ചട്ടപ്രകാരം എത്ര
സെക്കൻഡാണ്, 52 സെക്കൻഡാണ്. വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേമാതരം എന്ന കവിതാശകലം എടുത്തിരിക്കുന്നത്. അത് ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന്? തുമ്പയാണ്. തിരുവനന്തപുരം തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത് വിഭാഗമാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല പ്രാഥമിക മേഖലയാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു ഏതെന്ന്? തോറിയം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു തോറിയം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം, കോട്ടപ്പുറം. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കൊല്ലം, കോട്ടപ്പുറം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്ര ഭാഗം ഏതെന്ന്? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മാന്നാർ കടലിടുക്ക്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതെന്ന്? ഉത്തരായന രേഖ. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപ് ആണ്. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന്? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഖത്തറാണ്. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷാണ്. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷാണ്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണെന്ന്? AN 225 മരിയയാണ്. AN 225 മരിയ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? നമാമി ഗംഗ. നരേന്ദ്രമോദിയുടെ കാലത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്താണ് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? നമാമി ഗംഗ. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കമ്പനം എന്നാണ്. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? കത്രിക. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? കത്രികയാണ്. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമാണ് അപവർത്തനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണം ഏത് എന്നാണ് ചോദ്യം. സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണം ഏതാണ്? സംവഹനമാണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതെന്ന്? ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഓറിയോൺ ആണ്. ഹൈഡ്രജൻ ഐസോടോപ്പ് അല്ലാത്തത് ഏത്? ടെലൂറിയം. ഹൈഡ്രജൻ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? ടെലൂറിയം ആണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. ഗ്രഹപ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? അലൂമിനിയം. അലൂമിനിയം ഒരു ആൽക്കലി ലോഹമല്ല. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. അറ്റോമിയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരെന്ന്? ജോൺ ഡാൾട്ടൺ. അറ്റോമിയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ജോൺ ഡാൾട്ടൺ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. അന്നപൂർണ ഒരു നെല്ലിനമാണ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെ നമ്മൾ വിഘാടകരെന്നാണ് വിളിക്കുന്നത്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെ വിഘാടകർ എന്ന് വിളിക്കുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്തായിരിക്കും? ഹരിതസസ്യങ്ങളായിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്തായിരിക്കും? ഹരിതസസ്യങ്ങളായിരിക്കും. ചാവക്കാട് ഓറഞ്ച് എന്തിൻ്റെ ഇനമാണ്? തെങ്ങ്. ചാവക്കാട് ഓറഞ്ച് ഒരിനം സങ്കര ഇനം തെങ്ങാണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്?
താലോലമാണ്. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് കാരണമായ രോഗാണുവാണ് പ്രോട്ടോസോവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീനുകൾ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതെന്ന്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? എറണാകുളം. കേരളത്തിന്റെ വ്യാവസായ തലസ്ഥാനം ഏതാണ്? എറണാകുളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചിട്ടില്ലാത്തത്? കൊല്ലം ജില്ലയിൽ വേമ്പനാട്ട് കായലല്ല. ഏതാണ്? അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടക്കായലുമാണ്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13-നാണ്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 13-നാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏതു നദിയുടെ പോഷക നദിയാണെന്ന്? കാവേരി. കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി. 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഭവാനി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണെന്ന്? VP മേനോൻ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ഏതെന്ന്? ബോംബെ. 1946 നാവിക കലാപം എവിടെയാണ് ആരംഭിച്ചത്? ബോംബെ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷനാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണെന്ന്? ആര് തിരഞ്ഞെടുത്തതാ? ഗാന്ധിജി തിരഞ്ഞെടുത്തത്. ആരെയാണ്? വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? വിനോബ ഭാവെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന്? ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അതേപോലെ തന്നെ കേരളത്തിലെ മാപ്പിള കലാപങ്ങളെ പറ്റി അന്വേഷിച്ചത് ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാൺപൂരിലെ നേതാവ് ആരായിരുന്നു? നാനാ സാഹിബ് ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. കല്ലുമാല സമരം നയിച്ചത് ആരാ? അയ്യങ്കാളിയാണ്. കല്ലുമാലി സമരം അയ്യങ്കാളി. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. വർഷം 1809. കുണ്ടറ വിളംബരം 1809. വേലുത്തമ്പി ദളവ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതി ഏതാണെന്ന്? പ്രാചീന മലയാളം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ KB മേനോനാണ്. KB മേനോന് കത്തയച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് ഡോക്ടർ KB മേനോൻ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതെന്ന്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവനെയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരെന്ന്? രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ നേതാവാര? രാമനമ്പിയാണ്. അരയ സമാജത്തിന്റെ സ്ഥാപകനാര്? പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജത്തിന്റെ സ്ഥാപകനാര? പണ്ഡിറ്റ് കറുപ്പനാണ്.
ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? 1950 ജനുവരി 24-നാണ് ഇന്ത്യ ദേശീയ ഗാനം അംഗീകരിച്ചത്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? 1947 ഓഗസ്റ്റ് 1-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ളത് തെറ്റാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന്? കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം എന്നാണ് അടുത്ത ചോദ്യം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ പ്രതിപാദിക്കുന്നു. ശരിയാണല്ലോ. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ശരി. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം നോക്കിക്കേ. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണെന്ന്? 42-ാം ഭേദഗതി അനുസരിച്ചാണ് ഇന്ത്യൻ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാണ്? 1976-ലാണ് 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005-ലാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയെന്ന് 2021 ഫെബ്രുവരി 14-ലാണ് വിക്ഷേപിച്ചതെന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഫുട്ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെന്ന്? പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതിനെയൊക്കെ പറ്റിയാണ്? ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. അടുത്തതോ പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണെന്നുള്ളതും ശരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇതെല്ലാം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ്. ഊർജായനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? പീലിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോടാണ്. ദേശീയ ജലപാത NW2-വിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ വ്യാപിച്ചു കിടക്കുന്നു. തെറ്റാണ്. അടുത്തതോ സാദിയ മുതൽ ധൂബ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. അത് ശരിയാണ്. 1620 കിലോമീറ്റർ നീളമുണ്ട്. അത് തെറ്റാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? സാദിയ മുതൽ ധൂബ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഏതാണ്? നാഷണൽ വാട്ടർ ഹൈവേ 2. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എവിടെയാണ്? വയനാടാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമാണ് അംബാല, അമൃത്സർ. ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിലൊഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്? സിക്കിം, പശ്ചിമ ബംഗാൾ. ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം 2012. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം 2012. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസ്സുകൾ വീടുകളിലെത്തിച്ച പദ്ധതിയുടെ പേരെന്താണെന്ന്? ഫസ്റ്റ് ബെൽ. അപ്പം കോവിഡ് സമയത്ത് നമ്മൾ വീട്ടിലിരുന്നായിരുന്നു കുട്ടികളൊക്കെ പഠിച്ചത്. അപ്പം എന്താണ്? വിക്ടേഴ്സ് ചാനലിലൂടെയൊക്കെ ആയിരുന്നു വേണ്ട ക്ലാസ്സുകൾ നൽകിയിരുന്നത്. ഇതിന് പറയുന്ന പേരെന്തായിരുന്നു? ഫസ്റ്റ് ബെൽ എന്നായിരുന്നു.
കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്തെന്ന്? സമന്വയ പദ്ധതി. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? സമന്വയ പദ്ധതിയാണ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരെന്ന്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏതൊക്കെയെന്നാണ് ചോദ്യം. വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കുന്നു. ഏതിലാണ്? കോൺകേവ് ദർപ്പണത്തിൽ ലഭിക്കുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? വസ്തുവിന് സമാനമായ പ്രതിബിംബം തന്നെ ആയിരിക്കും. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. വസ്തുവിനെക്കാട്ടി വലിയ പ്രതിബിംബമാണ് കോൺകേവ് ദർപ്പണത്തിൽ ലഭിക്കുന്നത്. അപ്പം കോൺകേവ് ദർപ്പണത്തിൽ വഴി ലഭിക്കുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞാൽ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമായിരിക്കും, വസ്തുവിന് സമാനമായ പ്രതിബിംബവും ആയിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം, ഊഞ്ഞാലിന്റെ ചലനം, പെൻഡുലത്തിന്റെ ചലനം, ഇതൊക്കെ ദോലനവുമായി ബന്ധപ്പെട്ട ചലനമാണ്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? 27.25 ദിവസം. 27 1/3. അപ്പം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27.25 ദിവസമാണ്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിൽ സ്ഥാനത്ത് ചുവന്ന് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണെന്ന്? തിരുവാതിര. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ സംവഹനം എന്ന് പറയുന്നു. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രൂപ്പ് 18 അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യം ഉള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH മൂല്യം 3 വരുന്ന മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. നെൽച്ചെടിയിലെ പരാഗണകാരി എന്തെന്ന്? കാറ്റ്. നെൽച്ചെടികളിൽ പരാഗണം നടത്തുന്നത് എന്ത് മുഖേനയാണ്? കാറ്റ് മുഖേനയാണ്. പപ്പായയുടെ ജന്മദേശം ഏത്? അമേരിക്ക. പപ്പായയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തെന്മലയിലാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന. ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണെന്ന്? കുഷ്ഠം. കുഷ്ഠം അന്തരീക്ഷവായുവിലൂടെ അല്ല പകരുന്നത്, പരസ്പരമുള്ള സ്പർശനത്തിലൂടെയോ സ്രവങ്ങളിലൂടെയൊക്കെയാണ്. അതിൻ്റെ സ്രവങ്ങൾ ശരീരത്തിൽ പറ്റുന്നതിലൂടെയൊക്കെയാണ് പകരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? ഇരട്ട പാളികളുള്ള സ്ഥലമാണ് ഹൃദയം, പെരികാർഡിയം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പം കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണെന്ന്? വയോമധുരം പദ്ധതിയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ടാർട്രസിൻ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്ന്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങൾ, വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റെയ്ച്ചൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ ഏതാണ്? റെയ്ച്ചൂർ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തിയാണ് മലാല യൂസഫ്സായ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് മലാല യൂസഫ്സായ്. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ.
ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായി രചിച്ച നോവൽ ഏതെന്ന്? ആനന്ദ മഠം. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്ത്യലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. ഏത് സമ്മേളനമാണ്? ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. വറ്റി വരണ്ടുപോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ. വറ്റിവരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ. പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന്? കുമരകം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടകം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. പരോക്ഷ നികുതി അല്ലാത്തത് ഏതെന്ന്? വ്യക്തിഗത ആദായ നികുതി ഒരു പരോക്ഷ നികുതിയല്ല, പ്രത്യക്ഷ നികുതിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. വിദ്യാഭ്യാസം അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു പാർട്ടിലായിട്ട് നൽകുന്നതാണ്. ഓക്കെ, താങ്ക്